ഒരു നാടൻ ഗുണ്ടയുടെ മുടയുള്ള സുവിശേഷം. നിങ്ങൾ പലതരത്തിലുമുള്ള സുവിശേഷം പറച്ചിൽ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു ഗുണ്ടയുടെ മുടയുള്ള സുവിശേഷം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ കണ്ടോളൂ. ഇവൻ്റെ പേര് ജിനോ എന്നോ മറ്റോ ആണ്. വണ്ടി സി പിടിക്കാൻ പോവുകയോ കള്ളത്തടി അടിക്കാൻ പോകുന്ന വണ്ടി ഓടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി ഗുണ്ടയായിരുന്നു എന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. നാട്ടിലെ അറിയപ്പെടുന്ന പല ആഭാസന്മാരും ക്രിമിനലുകളും സ്വന്തമായി പ്രവാചകനാണെന്നും അപ്പോസ്തലന്മാരാണെന്നും പറഞ്ഞ് ഉടായ്പ സഭകളുണ്ടാക്കി വേഷം കെട്ടി ഇറങ്ങിയപ്പോൾ പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് വടിവാൾ ജിനോ വചനക്കച്ചവടത്തിൻ്റെ ആ അനന്ത സാധ്യതകൾ കണ്ട് ഇറങ്ങുന്നത്. മുടയുള്ള സുവിശേഷം പറച്ചിലും വിരട്ടലും എവിടെ പണി കിട്ടുമെന്നോർത്ത് ഓടി നടന്നിരുന്ന മൊണ്ണങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. കൂടെ അടിപിടിക്കും പിടിച്ചുപറിക്കും നടന്നിരുന്ന ചട്ടമ്പികളെ ഇയാൾ കൂടെ കൂട്ടിയിട്ടുണ്ട് സഹായികളായി. അവരാണ് വരുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് വീടിൻ്റെ കളറും മറുകിൻ്റെ പാടും ഒക്കെ കണ്ടുപിടിച്ച് ഗുണ്ടാ പ്രവാചകന് പ്രവചിക്കുവാനുള്ള കണ്ടന്റ് ഒരുക്കി കൊടുക്കുന്നത്. അതൊന്ന് നമുക്ക് കാണാം. കർത്താവിനെ പോലും ഇവൻ ഇടയ്ക്ക് വരട്ടും. അനുഗ്രഹം കൊടുക്കട എന്ന് പറഞ്ഞ് ഇവൻ്റെ അമറല് കേട്ട് ഭയന്ന് കരഞ്ഞ കുഞ്ഞിനെ പോലും ഈ കിരാതൻ വിരട്ടുന്നത് കാണുക. വന്ന് വചനപ്രഘോഷണത്തിന് പോലും വന്ന മാറ്റം കാണുക. ഒരു നാടൻ ഗുണ്ടയുടെ മുടയുള്ള സുവിശേഷം. ഞാൻ വരുവാ. അഭിഷേകം ഉള്ളവൻ ആക്ഷൻ കണ്ടോണം. ഇവിടെ നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ. കൈ ചുരുട്ടിയാൽ എൻ്റെ അമ്മാടമ്പി സ്വഭാവം പുറത്തു വരിക. കൈ മേളോട്ട് കയറിയപ്പോ എനിക്ക് ധൈര്യം, പഴയ ശീലമാണ്. ഇങ്ങനെ ചുരുട്ടി കയറ്റിയ ശീലം. ഇത് കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ. കണ്ണൂരിൽ നിന്ന് കുറച്ച് ദൂരത്താ താമസിക്കുന്ന. കുറച്ച് വാടക ചോദിക്കുന്നതിനപ്പുറത്തോട്ട് പറയരുത്. മൈക്കെടുത്ത് ഞാൻ എറിയും. ഞാൻ ഇവിടെ വെച്ച് നിർത്തും. മനസ്സിലായോ? ഞാൻ പറയും, ഞാൻ പിണറായി പക്ഷക്കാരനാ, ഞാൻ CPIM കാരനാ. അതിനൊരു മാറ്റം ഇനിയില്ല. എവിടെ നിന്ന് വേണേലും പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നോട് ഇവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. എണ്ണീര് പോയി എവിടെ കാണാൻ വരുന്നത്. തേമ്പിയാ തിരിച്ചു തേമ്പും തർക്കമില്ലാത്ത കേസാ. കേസ് കൊടുക്കാൻ പോവാ. കൊടുക്ക് കേസ്. എനിക്ക് ആളും പേരുമില്ലേ. ഭരിക്കുന്ന ഞങ്ങളാന്നുള്ളത് വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല. ഇങ്ങോട്ട് കയറി അലമ്പ് കാണിച്ച 7 ഇരട്ടി ശക്തിയിൽ അങ്ങോട്ടും അലമ്പ് കാണിക്കും. തർക്കമില്ലാത്ത കേസാണ്. റേഞ്ച് ഉണ്ടെന്ന് ആരെയാ കാണിക്കുന്നത്? 4, 3, 7 കോൺഗ്രസ്സുകാരെ കാണിച്ചിട്ട് എനിക്ക് റേഞ്ച് ഉണ്ടെന്ന്. ഇവിടെ ഏതാ? അതൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചോണം. എനിക്ക് കൈ തന്നില്ല, ഈ ആള് ഞാൻ കൈ കൊടുത്തിട്ട് കൈ തന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈ വെക്കാവോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിടിച്ചിറക്കണോ, ഓടിയിറക്കണോ, തല്ലി ഇറക്കണോ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇവിടെ ശബ്ദം ഉണ്ടാക്കിയാൽ എനിക്കത് അരോചകമായി മാറുകയാണ്. എന്ത് അതിനെ വിളിച്ചേ? ആരാ അത്? മിണ്ടരുത്. ഇല്ലെങ്കിൽ അതിനെ വെളിയിൽ കൊണ്ടിരുത്തണം. ഓക്കെ, ഹല്ലേലൂയ. വീണ്ടും പറയാം, വെളിയിൽ കൊണ്ടിരുത്തണം. കർശനമായി പറയുക. ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സ്, സ്ത്രീകൾ എന്ത് ചെയ്യേ? എല്ലാം ഇറങ്ങി വെളിയിൽ പൊക്കോ. ഒന്നിനെ ഇവിടെ കാണും. ഒരു പ്രയോജനവും ഇല്ലാത്ത 4-5 എണ്ണം. നിങ്ങൾ ഇതുവരെ കണ്ടത് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഈ ഗുണ്ടാസ്തോലന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 2 പെട കൊടുക്കുകയാണ് ശ്രീ റോണി. ഇന്ന് കേരളത്തിലെ ആത്മീയ ലോകം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്നുള്ളത് നാം ചിന്തിക്കണം. ഗുണ്ടകൾ പാസ്റ്ററിന്റെ വേഷം കെട്ടി പ്രവചിക്കുകയും അനുഗ്രഹം കൊടുക്കുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നു. ഇതുപോലെയുള്ള ഗുണ്ടകളുടെ അനുഗ്രഹം മേടിക്കുവാനും പ്രവചനം കേൾക്കുവാനും സ്നാനമേൽക്കുവാനും ഓടുന്നവർ അനേകരാണ്. മുതൽ മുടക്കൊന്നുമില്ലാതെ, ഒരു റിസ്ക്കുമില്ലാതെ എത്രയും പെട്ടെന്ന് പണക്കാരനാകണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: ഒരു തട്ടിപ്പ് പാസ്റ്റർ ആകുക, അതിനോടൊപ്പം ഉഡായിപ്പ് പ്രവചനം നടത്തുക.
പള്ളിക്കൂടത്തിൽ പോകാതെ കുലുക്കിക്കുത്തും കഞ്ചാവും കൂലിത്തല്ലുമായിട്ട് നടന്നവർ റിസ്ക് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ പാസ്റ്ററായി മാറുന്നു. ഇതാവുമ്പോൾ റിസ്ക് ഇല്ല. അങ്ങനെ ഗുണ്ടകൾ പാസ്റ്ററായാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൽപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അടുത്ത കാലത്ത് പൊങ്ങി വന്നിരിക്കുന്ന ഫോറൻസിക് പ്രോഫറ്റ് ജിനോ ജോസ് എന്ന അറിയപ്പെടുന്ന ഈ ഗുണ്ടാ പാസ്റ്റർ. ഇവന്റെ തലതൊട്ടപ്പനും ഗുരുവിനെ പറ്റിയും പറഞ്ഞാൽ ഒരു പക്ഷേ ചിലർക്ക് കാര്യങ്ങൾ പിടികിട്ടും. അത് മറ്റാരുമല്ല, ഫോറൻസിക് പ്രോഫറ്റ് ടിജോ തോമസ് എന്ന് പറയുന്നവനാണ്. തിരുവനന്തപുരം ടാക്സി ഡ്രൈവർമാരെ തകാരം ഉപയോഗിച്ച് തെറി വിളിച്ച് അനുഗ്രഹിക്കുന്നവനും രാത്രിയിൽ പെൺകുട്ടികളെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്ന ഈ ടിജോ ഗുണ്ടയുടെ കൂടെ നടന്നവരെല്ലാം ഇപ്പോൾ പ്രവാചകന്മാരാണ്. അടൂര് ഇവന് കസാരയിട്ട് കൊടുത്തവനും ബോഡി ഗാർഡ് നടന്നവനും വണ്ടി ഓടിച്ചവനും മൈക്ക് പിടിച്ചു കൊടുത്തവനും എല്ലാം ഇപ്പോൾ പ്രവാചകന്മാരാണ്. ഈ ജിനോ ഗുണ്ട പ്രവാചകനെ പറ്റി പറയുമ്പോൾ ചില സിനിമകളിൽ നമ്മൾ ഇതുപോലത്തെ മാനറിസമുള്ള ചില ഗുണ്ടാ കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്. കീലേരി അച്ചു, ദശമൂലം ദാമു, കാരക്കൂട്ടിൽ ദാസൻ ഈ ഗണത്തിൽ പെടും എന്ന് തോന്നിക്കുന്ന ഗുണ്ടാ പ്രോഫറ്റാണ് തണ്ടും തടിയും ഉണ്ടെങ്കിലും മണ്ടയിൽ ഒന്നുമില്ലെന്ന് തോന്നിക്കുന്ന ഈ കുട്ടിച്ചാത്തൻ. ഇവനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവന്റെ ഗുരു ടിജോ തോമസിന്റെ കൂട്ട് ട്രയറുകളുടെ ഇടയിലുള്ള പ്രവചനമല്ല. ജിനോ കുട്ടിച്ചാത്തൻ നിങ്ങളുടെ വീടുകളിലൂടെയും വസ്തുവിൽ കൂടെയും ആത്മാവിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഒരു സർവേയറെക്കാട്ടിലും വിദഗ്ധമായി നിങ്ങളുടെ വസ്തുവിന്റെ കറക്റ്റ് അതിര് തിരിച്ച് എത്രയുണ്ടെന്ന് ഇവൻ ആത്മാവിൽ പ്രവചിക്കും. നിങ്ങളുടെ അയൽക്കാർ എവിടെയെങ്കിലും കൂടോത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിവൻ കണ്ടുപിടിക്കും. ആ വസ്തുവിൽ എത്ര കുപ്പികൾ, എത്ര പാട്ടകൾ കിടപ്പുണ്ടെന്നും കുപ്പികൾ വിദേശ മദ്യത്തിന്റെ കുപ്പികളാണോ അതോ നാടൻ മദ്യത്തിന്റെ കുപ്പികളാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവൻ പറഞ്ഞു തരും. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കുപ്പിയും പാട്ടയും പിറക്കാൻ വരുന്നവർ ഇവനെയും കൊണ്ട് പോയാൽ അവരുടെ സമയം ലാഭിക്കാം. മാത്രമല്ല യാതൊരു തടസ്സവും ഇല്ലാതെ ഈ കുട്ടിച്ചാത്തന് ആത്മാവിലൂടെ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലും അലമാരിയിലും ബാത്റൂമിലും ബെഡ്റൂമിലും എല്ലാം കയറാൻ പറ്റും. അടുക്കളയിൽ കയറിയ പിന്നെ രാവിലെ എന്താണ് വെച്ചതെന്നുള്ള നിങ്ങളുടെ പാത്രങ്ങളും കഞ്ഞിക്കലങ്ങളും എല്ലാം പൊക്കി നോക്കും. മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ എത്ര സ്റ്റെപ്പുകളുണ്ട്, നിങ്ങളുടെ വീടുകൾക്ക് സ്റ്റെയർ കേസിന് ഈ എത്ര സ്റ്റെപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇതുവരെ എണ്ണി നോക്കിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ കൃത്യമായിട്ട് എണ്ണം നോക്കി കാര്യം പറഞ്ഞു തരും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ഇവന്റെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർ രാത്രിയിൽ കതകിനും ജനലും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് 2 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കാം. അല്ലെങ്കിൽ കിട്ടുന്ന വിടവിലൂടെ ഇവനെ ഒളിഞ്ഞു നോക്കി പ്രവചിച്ച് കളയും. എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ടും സങ്കടമായിട്ടും തോന്നുന്നത് ഈ ഗുണ്ടയുടെ അടുത്ത് പ്രവചനം കേൾക്കാനും അനുഗ്രഹം മേടിക്കാനും പോയിരിക്കുന്ന മൊണ്ണകളെ ഓർത്തിട്ടാണ്. ഈ മൊണ്ണ എന്ന് പറയുന്ന വാക്കിനൊരു ഡീസൻസി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ ദയവ് ചെയ്ത് കളയരുത്. വിശുദ്ധ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കുപ്പിയും പാട്ടയും പെറുക്കി സ്റ്റെപ്പുകളുടെ എണ്ണം എടുത്ത് കഞ്ഞിക്കലം പൊക്കി നോക്കി പ്രവചിച്ച ഒരു പ്രവാചകനെയും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഈ ഗുണ്ടാ പാസ്റ്റർ പറയുന്നത് അവന്റെ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ വലത്തെ കർണത്ത് അടിക്കുന്നവന് മറു കർണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ വാക്കുകളും മനോഭാവവും ആയിരിക്കണം ആ ശുശ്രൂഷയിൽ നാം കാണേണ്ടത്. ഇവിടെ ഈ ഗുണ്ടാ പ്രവാചകൻ എന്താണ് പറയുന്നത്? തേമ്പിയാൽ ഞാൻ തിരിച്ചു തേമ്പും, അലമ്പിയാൽ ഞാൻ തിരിച്ചലമ്പും. അങ്ങനെയായിരുന്നുവെങ്കിൽ വിശുദ്ധ പൗലോസും കർത്താവായ യേശു ക്രിസ്തുവും തങ്ങളെ ഉപദ്രവിച്ചവരെ ഓടിച്ചിട്ട് അടിക്കാനുള്ള സമയമേ ബൈബിളിൽ കാണത്തുള്ളൂ. ഇതിനൊക്കെ എന്നോ സുവിശേഷ വേലയാണ് ഈ നടത്തുന്നെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റോമർ 12-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് കൃത്യമായിട്ട് പറയുന്നു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. ഇവിടെ നമ്മൾ പ്രതികാരം ചെയ്യാതെ അത് ദൈവത്തിന് വിട്ടുകൊടുക്കാനാണ് പൗലോസ് പറയുന്നത്. മാത്രമല്ല 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നോക്കുമ്പോൾ, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നുവല്ലോ. ഈ വാക്യമനുസരിച്ച് ഇവന്റെ മേൽ ഉള്ളത് ഏത് ആത്മാവാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മാത്രമല്ല ഈ ഗുണ്ടാപ്രവാചകനെ നമ്മൾ നോക്കുമ്പോൾ ഇവൻ എന്താണ് ഇവിടെ പറയുന്നത്? താൻ ദൈവത്തിൻ്റെ ആളാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് താൻ ദൈവമില്ലാത്തൊരു പ്രസ്ഥാനത്തിൻ്റെ ആളെന്നാണ് ഇവിടെ പറയുന്നത്. മാത്രവുമല്ല തൻ്റെ വിശ്വാസിയെ മൈക്കെടുത്ത് എറിയും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒരു കൊച്ചു കുഞ്ഞിനോട് ഒരു നായ്ക്കുട്ടിക്ക് കൊടുക്കുന്ന ബഹുമാനം പോലും കൊടുക്കാതെ എത്ര ഹീനമായിട്ടാണ് ഈ ഗുണ്ടാ പാസ്റ്റർ ഇവിടെ പെരുമാറുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെ തെമ്മാടികളായ ഗുണ്ടകളുടെ അടുത്ത് അനുഗ്രഹം മേടിക്കാൻ പോകുന്ന മൊണ്ണകളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളെ കൊണ്ട് എത്തിച്ചത് ഇവന്മാരുടെ കാൽ കീഴിലേക്കാണോ? പുറകെ
ഓടുന്ന ഈ മൊണ്ണകളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവരെ കൊണ്ട് ഓടിക്കുന്നതിൻ്റെ കാരണം? മറ്റുള്ളവരെക്കാട്ടിലും ഞങ്ങൾ സമ്പന്നരാകണം, മറ്റുള്ളവരെക്കാട്ടിലും ഞങ്ങൾ ഉയർന്നു നിൽക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയർന്നു നിൽക്കണം, ഞങ്ങളുടെ സ്റ്റാറ്റസ് ഉയർന്നു നിൽക്കണം. അപ്പോൾ പെട്ടെന്ന് പണക്കാരായി തീരാനായിട്ട് ഓടുന്നവരാണ് ഇതുപോലെയുള്ള ഗുണ്ടകളുടെ പുറകിൽ ഇങ്ങനെ പാസ്പോർട്ടും എടുത്ത് വിസ അടിപ്പിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓടുന്ന മൊണ്ണ വിശ്വാസികളായ ആൾക്കാരോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ ഓട്ടത്തിനിടയിൽ നിങ്ങൾ ചില കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. ഒന്നാമത്, നിങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലീഡർ മദ്യപാനിയാണോ, ലഹരിക്ക് അടിമയാണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതുപോലെയുള്ള ഗുണ്ടാ പാസ്റ്റർ ഇതുപോലെയുള്ള സംസാര രീതികൾ നടത്തുന്നത് ബോധത്തോടെയാണോ അതോ ലഹരിയുടെ പുറത്താണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് ഈ ഗുണ്ടാ കുട്ടിച്ചാത്തനോട് ഒരു ചോദ്യമുണ്ട്. എപ്പോഴെങ്കിലും ഈ ബൈബിൾ എടുത്ത് ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡർ എങ്ങനെയായിരിക്കണം എന്ന് വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ താൻ വായിക്കണം. ഈ മൊണ്ണ വിശ്വാസികളെങ്കിലും വായിക്കണം. നിങ്ങളുടെ പാസ്റ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലീഡർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സമയമുള്ളവർ 1 തീമത്തിയോസ് 3-ാം അധ്യായവും തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായവും നിങ്ങൾ വായിക്കണം. ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയട്ടെ. ഒന്നാമത്, അവന് സുബോധമുള്ളവനായിരിക്കണം. എന്ന് വെച്ചാൽ അവന് ബോധമുള്ളവനായിരിക്കണം. മദ്യപാനി ആയിരിക്കരുത്, കലഹക്കാരനായിരിക്കരുത്, ശാന്തനും സമാധാനവും ആഗ്രഹിക്കുന്നവനായിരിക്കണം. മാത്രമല്ല ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ പണത്തിനോടുള്ള ആഗ്രഹം ഇല്ലാത്തവനായിരിക്കണം. നിങ്ങൾ ഈ ഗുണ്ടാ പാസ്റ്ററിനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായ വ്യക്തികളുടെ അടുക്കൽ വരെ ഇയാളുടെ പെരുമാറ്റം ഒരു പക്ക ഗുണ്ട എന്നാണ് തെളിയിക്കുന്നത്. എടോ ഗുണ്ടാ പാസ്റ്ററെ, തനിക്ക് മൈക്കോ ഷൂവോ കിട്ടുന്നത് എന്തൊക്കെ വേണമെങ്കിലും എടുത്ത് തനിക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ എറിയാനായിട്ട് തനിക്ക് കഴിയും. കാരണം ഇവരൊക്കെ തൻ്റെ കെട്ടിടത്തിലേക്കല്ലേ വന്നിരിക്കുന്നത്. മാത്രമല്ല അവർ കാശ് മുടക്കി അവിടെ ഇരിക്കുന്നത് തൻ്റെ ഏറ് കൊള്ളാനുമല്ലേ. കാരണം ആ മൊണ്ണകളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർ ഏറ് കൊള്ളാൻ വിധിക്കപ്പെട്ടവരാണ്, പറഞ്ഞിട്ട് കാര്യവുമില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു ഒരു പബ്ലിക് മീറ്റിൽ ഒരു കൊച്ചു കുഞ്ഞിനോട് താൻ ഇടപെട്ട രീതി. എടോ ഗുണ്ടാ പാസ്റ്ററെ, താൻ ഒരു ആത്മീകനാകാൻ ഞാൻ തന്നോട് പറയുന്നില്ല, തനിക്കത് കഴിയത്തുമില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ സമൂഹത്തിൽ താൻ ജീവിക്കുമ്പോൾ താൻ മിനിമം ഒരു മനുഷ്യനെങ്കിലും ആയിരിക്കണം, മാനുഷിക മൂല്യമുള്ള ഒരു മനുഷ്യനെങ്കിലും ആയിരിക്കണം. എടോ ഗുണ്ട കുട്ടിച്ചാത്ത, എനിക്ക് തന്നോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്. ദയവ് ചെയ്ത് ദൈവത്തിന് വേല വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പരിപാടി താൻ നിർത്തണം. നല്ല തണ്ടും തടിയുമുണ്ട്. വല്ല വാർക്കപ്പണിക്കോ കപ്പയ്ക്ക് കിളയ്ക്കാനോ വാഴ കുഴിച്ചു വെക്കാനോ കവുങ്ങ് കയറാനോ തെങ്ങ് കയറാനോ ഒക്കെ നമ്മുടെ സമൂഹത്തിന് ആളിനെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും താൻ ഇതുപോലെയുള്ള പല പരിപാടിക്കും പോകുന്നതാണ് നല്ലത്. എന്നെ കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരു കുഞ്ഞ് പട്ടിക്കുട്ടിയെ നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ പോലും നമ്മൾ അതിന് മനോഹരമായ ഒരു പേര് കൊടുത്ത് ആ റെസ്പെക്റ്റ് അവരോട് നമ്മൾ കാണിക്കും. ആ പേരിലായിരിക്കും നാം അവരെ വിളിക്കുന്നത്. പക്ഷെ ഈ കുട്ടിച്ചാത്തൻ ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിനോടുള്ള പെരുമാറ്റം, അതും ഒരു പബ്ലിക് മീറ്റിങ്ങിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എത്ര മോശമാണ് അത്! ജീവനുള്ള ഒരു മനുഷ്യക്കുഞ്ഞാണെന്നുള്ള ഒരു പരിഗണന പോലും ഇവൻ അവിടെ നൽകുന്നില്ല. ഇവന്റെ ഈ പെരുമാറ്റം ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് വേദന ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ അത് വളരെയധികം വേദന ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കേണ്ടി വരുന്നത്. വിശുദ്ധ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ. ഒരു പാസ്റ്ററും പുരോഹിതനും ഇവരെക്കാട്ടിൽ മൂല്യമുള്ളവരല്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുക, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. മാത്രമല്ല മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ ഒരു വിധത്തിലും കടക്കുകയില്ല. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനാകും. അങ്ങനെ ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു. ഇതിൽപ്പെടുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ് ഇവൻ ഒരു നായ്ക്കുട്ടിക്ക് കൊടുക്കുന്ന ബഹുമാനം പോലും കൊടുക്കാതെ കൊണ്ടുപോയി പുറത്തിരുത്താൻ പറയുന്നത്. ഈ കുട്ടിച്ചാത്തന്റെ മൈക്ക് പിടിച്ചുള്ള ഈ എരുമയമറിന്റെ മുമ്പിൽ ആ കുഞ്ഞിന്റെ ശബ്ദം ഒരു പ്രശ്നമേ അല്ലായിരുന്നു. മിനിമം കുഞ്ഞ് അല്ലെങ്കിൽ കുട്ടി
അല്ലെങ്കിൽ അവരുടെ പേരറിയാമെങ്കിൽ ആ പേര് വിളിച്ചു വേണം അവരോട് ആ റെസ്പെക്റ്റ് കാണിക്കാൻ. ഈ ഗുണ്ടാ കുട്ടിച്ചാത്തനായ ഇവനാണോ പാസ്റ്റർ, ഇവനാണോ പ്രവാചകൻ? ഇവനെ പോലുള്ള സാമൂഹിക വിപത്തുകളെ പാൻറ്റും കോട്ടും ഒക്കെ ഇടിയിപ്പിച്ച് കയ്യിലൊരു വേദപുസ്തകം പിടിപ്പിച്ചു കൊടുത്ത് പ്രവാചകനും പാസ്റ്ററും ആക്കി മാറ്റുന്ന ഈ മൊണ്ണകളുടെ ഇന്നത്തെ സുവിശേഷ രീതിയാണ് വിചിത്രം. എനിക്ക് ഈ മൊണ്ണകളോട് ഒരു അപേക്ഷയുണ്ട്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ഇവൻ്റെയൊക്കെ പുറകെയുള്ള ഓട്ടം നിർത്തത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ, നിങ്ങൾ മിനിമം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടെങ്കിലും നീതി പുലർത്തണം. അറിവില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഇതുപോലെയുള്ള കാലന്മാരുടെ മീറ്റിങ്ങുകളിലേക്ക് ഓടരുത്, ദയവ് ചെയ്ത്. മാത്രമല്ല വല്ലപ്പോഴുമെങ്കിലും ആ ബൈബിൾ ഒന്ന് തുറക്കണേ. ഈ ബൈബിള് തുറക്കുന്നത് ഈ കുറിപ്പടിയും രസീതും വെക്കാനല്ലാതെ അതൊന്ന് വായിക്കാനായിട്ട് തുറക്കണേ. ബൈബിള് മൊത്തം പഠിച്ച് നിങ്ങൾ അറിവ് സമ്പാദിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മിനിമം കുറച്ച് പുസ്തകങ്ങളുള്ള ആ പുതിയ നിയമമെങ്കിലും വായിച്ച് പഠിക്കണം. ഒരു ശകലം വെളിച്ചം കയറിയാൽ ഒരു കുടുംബം രക്ഷപ്പെടും. നിങ്ങളുടെ അറിവില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ കൊണ്ടുപോയി അവരെ ഇല്ലാതാക്കരുത്. ഈ ഗുണ്ടാ പാസ്റ്റർ കൊച്ചു കുഞ്ഞിനോട് കാണിച്ച പെരുമാറ്റമാണ് എൻ്റെ ഉള്ളിൽ ഈ വേദന ഉണ്ടാക്കിയതും ഞാനിത് സംസാരിക്കേണ്ടതായിട്ട് വന്നതും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് മോശമായ രീതിയിൽ അല്ലെങ്കിൽ അവരോട് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന അച്ഛന്മാരായാലും ഏത് പാസ്റ്റർമാരായാലും ഞാൻ പ്രതികരിച്ചിരിക്കും. അത് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും. സമൂഹത്തെ ആത്മീയതയിലൂടെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന പാസ്റ്ററും പാതിരിയും ആരായാലും കേവലം ഒരു കൊച്ചു കുഞ്ഞിനോട് മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ അറിയത്തില്ല എങ്കിൽ നിൻ്റെയൊക്കെ പണി നിർത്തിയിട്ട് പോകണം. അതുകൊണ്ട് ഇനി സമൂഹം തീരുമാനിക്കട്ടെ ഇതുപോലെയുള്ള ഗുണ്ടകളെ വളർത്തണോ അതോ ജയിലിലിടണോ എന്നുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.